ഹായ് ശ്രീഷ്മ, വീണ്ടും സാരഥി സെൻറ്റർ ഫോർ എക്സലൻസിലേക്ക് സ്വാഗതം. താങ്ക് യു മാം. കഴിഞ്ഞ മിലിറ്ററി നഴ്സിംഗ് എൻട്രൻസ് എക്സാമിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ശ്രീഷ്മ ഗിരീഷാണ് ഇന്ന് നമ്മളോടൊപ്പം കൂടെയുള്ളത്. ശ്രീഷ്മ ഗിരീഷ് ഒരു റിട്ടയർഡ് ആർമി പേഴ്സണാലിറ്റിയുടെ മകളാണ്. അപ്പം ആ കുട്ടിക്ക് എങ്ങനെയാണ് MNS എൻട്രൻസ് എക്സാമിൽ ഉന്നത വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞത്, അവൾ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് ചെയ്തത് എന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. കഴിഞ്ഞ എക്സാമിന് ഇത്രയും മാർക്ക് വാങ്ങിക്കാൻ ശ്രീഷ്മയെ സഹായിച്ച ആ ഒരു ഘടകം എന്താണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആ പ്രിപ്പറേഷൻസ് ചെയ്തതെന്ന് മറ്റു കുട്ടികൾക്ക് കൂടി സഹായകമാകുന്ന രീതിയിൽ ശ്രീഷ്മയ്ക്കൊന്ന് പറയാമോ? തീർച്ചയായും. ഞാൻ 2 വർഷമായിട്ട് സാരഥി സെൻറ്റർ ഫോർ എക്സലൻസിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് 2020 എക്സാം എഴുതിയായിരുന്നു. അപ്പോൾ എനിക്കതിന് 0.5 മാർക്കിനായിരുന്നു എനിക്ക് എക്സാം ലോസ് ആയത്. അപ്പോൾ ആ ഒരു വാശിക്കായിരുന്നു ഞാൻ 2021 പ്രിപ്പറേഷൻ ചെയ്തത്. അപ്പോൾ ഞാൻ അതിൻ്റെ എല്ലാ ലോസും നേരത്തെ തന്നെയാണ് പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ എനിക്ക് വിചാരിച്ചതിലും കൂടുതൽ മാർക്ക് എനിക്ക് കിട്ടി. ഞാൻ എൻട്രൻസ് എക്സാം 2021 MNS ക്വാളിഫൈ ആയി. സോ ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു അടുത്ത സ്റ്റെപ്പ് എനിക്ക് നഷ്ടമായാലും അടുത്തൊരു വർഷത്തേക്ക് ക്വാളിഫൈ ചെയ്യുമെന്നൊരു വിശ്വാസത്തോടെ തന്നെയാണ് ഞാനിപ്പോഴും പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ ലോസ് ആയാലും എനിക്ക് അടുത്ത പ്രാവശ്യം വാങ്ങിക്കുമെന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. ശ്രീഷ്മയുടെ പഠന രീതിയൊക്കെ എങ്ങനെയായിരുന്നു? ഇത്രയും നല്ല രീതിയിലൊക്കെ പഠിച്ച് മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ആ ഒരു പഠന രീതി എങ്ങനെയൊക്കെ ആയിരുന്നു? ഇപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ രാവിലെ 3:45 ഞാൻ എഴുന്നേൽക്കുമായിരുന്നു. ഇപ്പം 4 മണിയോടുകൂടി പഠിക്കാൻ തുടങ്ങും. ഒരു 6 മണി വരെ കണ്ടിന്യൂ ആയിട്ട് പഠിക്കും. രാവിലെ പഠിക്കുന്ന സമയമായിരുന്നു രാവിലെ ആയിരുന്നു എനിക്ക് കൂടുതൽ കംഫർട്ടബിൾ പഠിക്കാനായിട്ട്. അപ്പോൾ 6 മണി വരെ പഠിക്കും. അത് കഴിഞ്ഞ് കുറച്ച് വാക്കിങ്ങും എക്സസൈസൊക്കെ ചെയ്ത് കഴിഞ്ഞ് വീണ്ടും ഒരു 9 മണിയോടെ വീണ്ടും പഠിക്കാൻ തുടങ്ങും. പിന്നെ പഠിക്കുന്നതിനോട് കൂടെ തന്നെ ഇൻ്റർവെൽ എടുത്ത് 1 മണിക്കൂർ കഴിയുമ്പോഴും ഇൻ്റർവെൽ എടുത്ത് അങ്ങനെയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഏത് വിഷയമായിരുന്നു ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടായിട്ട് തോന്നിയത് പഠിക്കാനൊക്കെ? കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടായി തോന്നിയത് സയൻസ് ആയിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ അതിന് തന്നെ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്താണ് പഠിച്ചത്. NCERT ആയിരുന്നു, നമ്മൾ NCERT ആയിരുന്നു കംപ്ലീറ്റ് പഠിക്കേണ്ടത്. +1 +2 NCERT. അപ്പോൾ ഞാൻ അത് ഫുള്ള് കവർ ചെയ്തിട്ടായിരുന്നു. ബയോളജിയുടെ പ്രിപ്പറേഷൻ ആയിരുന്നു ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുത്തു. അപ്പോൾ ബയോളജി കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു അല്ലേ? അപ്പോൾ അതിൽ എങ്ങനെയായിരുന്നു ബോട്ടണി, സുവോളജി, അതിൽ നിന്നാണോ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇപ്രാവശ്യത്തെ എക്സാമിന് വന്നപ്പോൾ അത് കൂടുതലായിട്ട് എഴുതാൻ പറ്റിയോ? എഴുതാൻ പറ്റി. പഠിച്ചതൊക്കെ വന്നിരുന്നു, അതൊക്കെ എഴുതാൻ പറ്റി. പക്ഷേ ഈ പ്രാവശ്യം ബോട്ടണി കുറവായിരുന്നു ക്വസ്റ്റ്യൻസ്. കൂടുതൽ സുവോളജി, ഫിസിക്സ്, കെമിസ്ട്രി ആയിരുന്നു. അപ്പോൾ അതൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റിയോ? അത് ഫിസിക്സ് ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് ഇത്രയും ഹാർഡായിട്ടുള്ള ന്യൂമറിക്കൽസ് ഫിസിക്സിന് വരുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് ക്ലാസ് ഇവിടെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അതിൻ്റെ ഒരു ലോസ് എക്സാമിനുണ്ടായിരുന്നു. ആ ന്യൂമറിക്കൽ പോർഷനിൽ കുറച്ച് ലോസ് ഉണ്ടായിരുന്നു. ബാക്കിയെല്ലാം സുവോളജി നമ്മൾ NCERT തന്നെയാണ് വരുന്നത്. ടെൻത്ത് ബേസ്ഡ് ആയിരുന്നോ അതോ +1 +2 ബേസ്ഡ്? +1 +2 NCERT ആയിരുന്നു കൂടുതൽ ക്വസ്റ്റ്യനുകൾ വന്നത്. പിന്നെ GK സെക്ഷനൊക്കെ എങ്ങനെയായിരുന്നു? GK സെഷൻസ് ഒക്കെ ഇവിടെ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തത് തന്നെ ഒരുപാട് യൂസ്ഫുൾ ആയിരുന്നു എക്സാമിന്. നമ്മളിപ്പോൾ എല്ലാ സബ്ജക്റ്റിനെ പറ്റി പറഞ്ഞു, പക്ഷേ ഇംഗ്ലീഷിൻ്റെ കേസിലാണ് മിക്ക കുട്ടികൾക്കും മാർക്ക് കൂടുതലായിട്ട് സ്കോർ ചെയ്യാൻ പറ്റാത്തത് വരുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് എങ്ങനെയായിരുന്നു ശ്രീഷ്മയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയത്? എന്നെ വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് ഇംഗ്ലീഷ് ആയിരുന്നു ഏറ്റവും നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയ പോർഷൻ. എനിക്ക് 44 ഉണ്ടായിരുന്നു ഇംഗ്ലീഷിന് 50-ൽ. ഇവിടെ കെണൽ സാർ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യിക്കുമായിരുന്നു. സാറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എക്സാക്റ്റ് ക്വസ്റ്റ്യൻസ് എക്സാമിനുണ്ടായിരുന്നു. സോ ആ സമയം നല്ല കംഫർട്ടബിൾ ആയിട്ട് അത് എഴുതാൻ പറ്റി. നല്ല കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ഇംഗ്ലീഷ് പോർഷൻ അറ്റൻഡ് ചെയ്തത്. എനിക്ക് നല്ല മാർക്കുണ്ടായിരുന്നു ഇംഗ്ലീഷിന്. ഓക്കെ. സുഷ്മയുടെ വീട് എവിടെയാണ്? എൻ്റെ വീട് കലവൂരാണ്. എക്സാക്ട് ആണോ? അച്ഛൻ, അമ്മ ആരൊക്കെയുള്ള വീട്ടിൽ? എൻ്റെ വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, എനിക്ക് ചേച്ചിയുണ്ട്. അമ്മ വർക്ക് ചെയ്യുന്നുണ്ടോ? അമ്മ ഹോം മെയ്ഡാണ്. ഹോം മെയ്ഡ്. ചേച്ചി എന്ത് ചെയ്യുന്നത്? ചേച്ചി MCOM ചെയ്യുന്നുണ്ട്. ചേച്ചി ബാങ്കിന് വേണ്ടിയും ബാങ്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. വീട്ടിൽ നിന്ന് സപ്പോർട്ടാണോ? എല്ലാത്തിനും നല്ല സപ്പോർട്ടാണ്? യെസ് മിസ്. വീട്ടിൽ നിന്ന് എല്ലാത്തിനും സപ്പോർട്ടാണ്. അച്ഛനും അമ്മയും എല്ലാവരും സപ്പോർട്ട്. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഓക്കെ. ശ്രീഷ്മയുടെ സ്കൂൾ കാലഘട്ടത്തെക്കുറിച്ചൊന്ന് പറയാമോ? ഞാൻ 4ാം ക്ലാസ് മുതൽ +2 വരെ ഞാൻ സെൻറ്റ് ജോസഫ്സ് ഗേൾസ് സ്കൂൾ ആലപ്പുഴയിലാണ് പഠിച്ചത്. അത് ആലപ്പുഴയിൽ തന്നെ ഏറ്റവും നല്ലൊരു സ്കൂളാണെന്ന് വേണമെങ്കിൽ പറയാം. അവിടുത്തെ എല്ലാ ടീച്ചർമാരും ഒരുപാട് എക്സ്പേർട്ടാണ്. എന്ന് വെച്ചാൽ നമ്മളെ പഠിപ്പിക്കുന്നതിലും നമ്മുടെ എല്ലാ ചെയ്യുന്നതിലും അവരെ ഫുൾ സപ്പോർട്ടാണ്. എല്ലാ ആക്ടിവിറ്റീസിലും സപ്പോർട്ടാണ്. കൂടുതൽ പഠിത്തത്തിലാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിലും എല്ലാത്തിലും സപ്പോർട്ടാണ്. പിന്നെ അവിടുന്ന് കിട്ടിയ ഒരു ബേസും ഈ എക്സാമിന് ഒരുപാട് യൂസ്ഫുൾ ആയിരുന്നു. സയൻസ്, ബയോളജി ഫുൾ NCERT ഞങ്ങൾ കവർ ചെയ്യുമായിരുന്നു. എക്സാമിന് മുമ്പ് ഒരുപാട് റിവിഷൻസ് ഒക്കെ ചെയ്തായിരുന്നു. അപ്പോൾ അതും ഈ എക്സാമിന് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു.
ഇപ്പോൾ MNS എൻട്രൻസ് എക്സാം വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് എന്ത് ഒരു ഉപദേശം അല്ലെങ്കിൽ ശ്രീഷ്മയുടെ ഭാഗത്തു നിന്ന് എന്തൊരു അഡ്വൈസാണ് അവർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ആദ്യം തന്നെ ഇതൊരു ഓൾ ഇന്ത്യ ലെവൽ നടക്കുന്ന എക്സാമാണ്. ഇതിൽ 5 ലക്ഷത്തിൽ കൂടുതൽ പിള്ളേർ ഇതിൽ ഈ എക്സാം എഴുതുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും ഇത് ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിക്കരുത്. ഒരുപാട് ഹാർഡ് വർക്ക് വേണം. 1-2 പ്രാവശ്യം എഴുതി ഇത് കിട്ടിയില്ലെന്ന് വെച്ച് പിന്നെ അതിൻ്റെ കോൺഫിഡൻസ് പോരുത്, എഴുതാൻ വേണ്ടിയുള്ള കോൺഫിഡൻസ്. അപ്പോൾ എത്ര വട്ടം എഴുതിയാലും വാങ്ങിക്കൂ എന്നുള്ളൊരു തീരുമാനത്തോട് കൂടെ തന്നെ വേണം പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഉദാഹരണമായിട്ട് ഇവിടെ പഠിച്ച ഹരിപ്രിയ ചേച്ചി 17ാം റാങ്കോടുകൂടിയാണ് എക്സാം പാസ്സായത്. അതുപോലെ തന്നെ സന്ധി ചേച്ചി, അവരെല്ലാവരും 1ാമത്തെ ചാൻസിനല്ല ഈ എക്സാം ക്വാളിഫൈ ചെയ്തത്. 2-3 വട്ടം എഴുതിയിട്ടാണ് അവർക്ക് കിട്ടിയത്. പിന്നെ ഒരു വട്ടം എഴുതി കിട്ടിയവരും ഉണ്ട്. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു വട്ടം എഴുതി 1-2 വട്ടം എഴുതി കിട്ടിയില്ലെന്ന് കരുതി ഇതിന് എക്സാം എഴുതുന്നില്ല എന്നൊരു തീരുമാനം എടുക്കരുത്. കാരണം ഇത് നല്ല ഹാർഡായിട്ടുള്ള എക്സാം തന്നെയാണ്. ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്നതാണ്. അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് കിട്ടത്തില്ല. സോ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വേണം. എത്ര വട്ടം എഴുതിയാലും ഞങ്ങളിത് ക്വാളിഫൈ ചെയ്യും. ഇത് നിങ്ങൾക്കൊരു ഓപ്ഷനായിട്ടല്ല എടുക്കേണ്ടത്. MNS നിങ്ങളുടെ ഗോളായിട്ട് വേണം MNS എടുക്കാൻ. സോ എനിക്ക് പറയാനുള്ള ഇതാണ്, നിങ്ങൾ എത്ര വട്ടം എഴുതിയാലും ഒരു വട്ടം ക്വാളിഫൈ ആകും എന്ന് കരുതി തന്നെ പ്രിപ്പയർ ചെയ്യണം. ശ്രീഷ്മയ്ക്ക് MNS എൻട്രൻസ് എക്സാമിൽ ഇത്രയും ഉന്നത വിജയം കൈവരിക്കാൻ പറ്റി. അപ്പോൾ അതിൽ സാരഥി സെൻറ്റർ എക്സലൻസിൻ്റെ സഹായം എന്തുമാത്രം പ്രയോജനപ്പെട്ടു? എനിക്ക് എക്സാം ഇത്രയും നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയത് തന്നെ സാരഥിയിൽ നിന്നുള്ള കോച്ചിങ് കൊണ്ടാണ്. അത് 1 വർഷമൊന്നുമല്ല, ഞാനിവിടെ 2 വർഷമായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഫാക്കൽറ്റീസും, കേണൽ വിജയൻ സാർ, സജിന മിസ്, വിനീത് സാർ, എല്ലാവരുടെയും ഗൈഡൻസ് 2 വർഷമായിട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇത്രയും നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റിയതും. അതുകൂടാതെ ഇത്രയും കൺസെഷൻ റേറ്റിൽ ഇങ്ങനൊരു സ്ഥാപനം കൊണ്ടുപോകുന്നതിലും കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നതിലും സാരഥി മാനേജ്മെൻറ്റിനോടുള്ള എൻ്റെ നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. കുവൈറ്റിലെ പ്രവാസി സംഘടനയായ സാരഥി ചേർത്തല ശ്രീനാരായണ കോളേജിന് പിറകുവശം വരകാടി ടെമ്പിൾ റോഡിൽ സാരഥി ട്രസ്റ്റ് കോംപ്ലക്സിൽ നടത്തിവരുന്ന സാരഥി സെന്റർ ഫോർ എക്സലൻസ്. സാരഥി സെന്റർ ഫോർ എക്സലൻസ് SCFE കുറഞ്ഞ കാലയളവിനുള്ളിൽ 100 കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് കേന്ദ്ര ഗവൺമെന്റ് ജോലികൾ നേടിക്കൊടുത്ത സ്ഥാപനം. ഇന്ത്യൻ ആർമിയിൽ 39 വർഷത്തെ സേവനത്തിന് ശേഷം റിട്ടയർ ചെയ്ത കേണൽ S വിജയന്റെ മേൽനോട്ടത്തിൽ റിട്ടയർ മിലിറ്ററി ഓഫീസർമാർ എല്ലാ ദിവസവും നേരിട്ടെത്തി ക്ലാസ് എടുക്കുന്ന ദക്ഷിണേന്ത്യയിലെ അപൂർവ സ്ഥാപനം. NDA, MNS, അഫ്കാർ, CDS, SSB ഇന്റർവ്യൂ കോച്ചിംഗ്, അഗ്നിപഥ് എന്നീ ഡിഫൻസ് തസ്തികകളിലേക്കും BSF, CISF, CRPF, RPF, SSC GD, ഡൽഹി പോലീസ്, ആസാം റൈഫിൾസ് തുടങ്ങിയ എല്ലാ പാരാമിലിറ്ററി കോഴ്സുകൾക്കും ഫിസിക്കൽ ട്രെയിനിങ്ങും എൻട്രൻസ് കോച്ചിങ്ങും ഇന്റർവ്യൂ കോച്ചിങ്ങും വിജയകരമായ രീതിയിൽ നൽകിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനം. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കൂ www.scfeacademy.com അല്ലെങ്കിൽ വിളിക്കൂ 98474 14999.